ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ഡി അപ്ഡേറ്റ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കമ്മാര സംഭവം സിനിമയെക്കുറിച്ചാണ്. സോ വീഡിയോയിലേക്ക് പോവാം. ദിലീപിനെ നായകനാക്കി രതീഷ് അമ്പാട്ട് സംവിധാനം ചെയ്ത് 2018 പുറത്തിറങ്ങിയ സിനിമയാണ് കമ്മാര സംഭവം. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ആയിക്കോട്ടെ, ട്രെയിലർ ആയിക്കോട്ടെ, എല്ലാത്തിനും നല്ല രീതിയിലുള്ള വരവേൽപ്പ് തന്നെയാണ് കിട്ടിയിരുന്നത്. അതിന് മെയിൻ റീസൺ ദിലീപിൻ്റെ ലുക്കാണ്. ആ ഒരു കട്ട താടി വെച്ചിട്ടുള്ള ആ ഒരു ലുക്ക് വന്നപ്പോൾ തന്നെ സിനിമയ്ക്ക് നല്ല രീതിയിൽ ഹൈപ്പ് കയറിയിരുന്നു. പിന്നെ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് മുരളി ഗോപിയാണ്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, എല്ലാവർക്കും നല്ല രീതിയിലുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ സിനിമ റിലീസായതോടെ ഫുൾ ആൻഡ് ഫുൾ നെഗറ്റീവ് റിവ്യൂസ് ആയിരുന്നു കമ്മാര സംഭവത്തിന് വന്നിരുന്നത്. അപ്പോൾ നമുക്ക് കമ്മാര സംഭവത്തിന് നെഗറ്റീവ് റിവ്യൂ എങ്ങനെ വന്നെന്ന് നോക്കാം. അനാലിസിസിലേക്ക് കടക്കാം. കമ്മാര സംഭവത്തിന് മെയിനായിട്ട് നെഗറ്റീവ് റിവ്യൂ വരാൻ കാരണം സെക്കൻഡ് ഹാഫാണ്. സെക്കൻഡ് ഹാഫ് മൊത്തം കൊണ്ടുപോയി കളഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ എക്സ്ട്രീം ലെവൽ ഫസ്റ്റ് ഹാഫാണ്. ദിലീപിൻ്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, സിദ്ധാർത്ഥിൻ്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, നമിത പ്രമോദ് എല്ലാവരും പൊളിയായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. നമ്മളെ ദിലീപിൻ്റെ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറായിരുന്നു. ഇപ്പോൾ എങ്ങനെയൊക്കെ പറയുക, നമ്മുടെ അവെഞ്ചേഴ്സിലെ ലോക്കീനിയൊക്കെ പോലെ ആരെ കൂടിയ നിൽക്കുക എന്ന് പോലും പറയാൻ പറ്റില്ല, എവിടെ നിന്നാണ് ചതിക്കുക എന്ന് പോലും പറയാൻ പറ്റില്ല. ആ ലെവലൊരു ക്യാരക്ടറായിരുന്നു കമ്മാര സംഭവത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ചെയ്തത്. കമ്മാര സംഭവം എന്ന സിനിമ മൊത്തത്തിൽ ചർച്ച ചെയ്യുന്നത് ബ്രിട്ടീഷുകാരുടെ ആ ഒരു കാലത്ത് നടന്ന സംഭവത്തിനെയാണ്. അന്ന് നമ്മളിൽ പല ആൾക്കാരും ബ്രിട്ടീഷുകാരെ സഹായിച്ചിട്ടുമുണ്ട്. അങ്ങനെ ബ്രിട്ടീഷുകാരെ സഹായിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഫസ്റ്റ് ഹാഫിലെ ദിലീപിനെ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിലെ ദിലീപിൻ്റെ പെർഫോമൻസ്, അതിപ്പോൾ വില്ലനീസ് ആയിക്കോട്ടെ, കോമഡി ആയിക്കോട്ടെ, ഇമോഷണൽ സീൻ ആയിക്കോട്ടെ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. മെയിനായിട്ട് മിഡിൽ ഫിംഗർ കാണിച്ച് താങ്ക്സ് പറയുന്ന ഒരു സീനൊക്കെ ഉണ്ട് സായിപ്പിനോട്, അതൊന്നും ഒരു രക്ഷയില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫിലെ സ്ക്രീൻ പ്ലേ ആയിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, എല്ലാം ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ സോങ്സ് BGMs ഒക്കെ കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫ് മൊത്തം അവർ അടിപൊളിയായിട്ട് ചെയ്തു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോകുന്നത്. കാരണം ഫസ്റ്റ് ഹാഫ് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കുമുള്ള കമ്മാരൻ്റെ സ്റ്റോറിയിൽ കമ്മാരൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു പക്ക വില്ലനാണ്. സ്വന്തം സുഹൃത്തിനെ പോലും ചതിച്ചു വന്ന വില്ലൻ, അതും ഒരു പെണ്ണിന് വേണ്ടി. ഫസ്റ്റ് ഹാഫിൽ ദിലീപ് വില്ലൻ, സിദ്ധാർത്ഥ് ഹീറോ, അതാണ് ശരിക്കുമുള്ള കമ്മാരൻ്റെ സ്റ്റോറി. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആ സ്റ്റോറി അവർ വേറെ രീതിയിലേക്കാണ് എടുക്കുന്നത്. അതായത് ഒരു സിനിമയ്ക്കുള്ളിൽ മറ്റൊരു സിനിമ, അതാണ് സെക്കൻഡ് ഹാഫ്. അതാണ് മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയതും. കാരണം വില്ലനായിട്ടുള്ള കമ്മാരനെ സെക്കൻഡ് ഹാഫിൽ ഹീറോ ആയിട്ട് കാണിച്ചു, ഹീറോ ആയിട്ടുള്ള സിദ്ധാർത്ഥിനെ വില്ലനായിട്ടും. ഇങ്ങനെയാണ് സെക്കൻഡ് ഹാഫ് എടുത്ത് വെച്ചേക്കുന്നത്. അതായത് ഫസ്റ്റ് ഹാഫിലുള്ള അതേ സ്റ്റോറി തന്നെ സെക്കൻഡ് ഹാഫിൽ വില്ലനി ഹീറോനി അങ്ങ് ചേഞ്ച് ചെയ്തു എന്ന് മാത്രം. അതുതന്നെയാണ് ഓഡിയൻസിന് കണക്റ്റ് ആവാണ്ട് പോയതും. കാരണം ഓൾറെഡി ഫസ്റ്റ് ഹാഫ് കണ്ട് നമുക്കെല്ലാം മനസ്സിലായതാ. സെക്കൻഡ് ഹാഫ് അതേ സ്റ്റോറി വെച്ച് വില്ലനി ഹീറോയിനും തമ്മിൽ ചേഞ്ച് ചെയ്ത് അതേപോലെ എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് എല്ലാവർക്കും പ്രഡിക്റ്റബിൾ അല്ലേ. സെക്കൻഡ് ഹാഫ് കാണാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയും പോയി കിട്ടി. അതുതന്നെയാണ് സിനിമയെ മെയിനായിട്ട് ബാധിച്ച നെഗറ്റീവ്. ബട്ട് ഒരു കാര്യം എടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റില്ല, സെക്കൻഡ് ഹാഫിലുള്ള ദിലീപിൻ്റെ ലുക്ക് ഒരു രക്ഷയില്ല. ആ കട്ടത്താടി വെച്ചിട്ടുള്ള ആ ഒരു ലുക്ക്. ബട്ട് ലുക്ക് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. അതാണ് അവസ്ഥ സെക്കൻഡ് ഹാഫിൻ്റെ. സെക്കൻഡ് ഹാഫ് മൊത്തം എനിക്ക് കണക്റ്റ് ആയില്ല എന്ന് തന്നെ പറയാം. ഭയങ്കര ഷോക്കായിരുന്നു, ലാഗടിച്ചൊരു വഴിയായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് പോലെ തന്നെ കമ്മാരൻ്റെ ആ ഒരു വില്ലനിസം തന്നെ പിടിച്ച് സെക്കൻഡ് ഹാഫിൽ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു സിനിമ വേറെ ലെവലായേനെ. സെക്കൻഡ് പാർട്ട് വരെ ഇതിന് പ്ലാൻ ചെയ്തതാണ്. എന്നാൽ സിനിമയുടെ സെക്കൻഡ് ഹാഫ് മൊത്തത്തിൽ നെഗറ്റീവ് വന്നതോടെ അത് സിനിമയെ മൊത്തമായിട്ട് ബാധിച്ചു. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ഒരു വലിയ പരാജയം തന്നെയായി മാറി കമ്മാര സംഭവം. അതോടെ സെക്കൻഡ് പാർട്ടും ഉപേക്ഷിച്ചു. അല്ലേലും പൊതുവെ ഏത് സിനിമ എടുത്തു നോക്കിയാലും മിക്ക സിനിമയുടെയും പ്രശ്നം സെക്കൻഡ് ഹാഫ് തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരിക്കും, സെക്കൻഡ് ഹാഫ് മൊത്തത്തിൽ കൊണ്ടുപോയി കൊളാക്കും. അതുതന്നെയാണ് കമ്മാര സംഭവത്തിൽ സംഭവിച്ചത്. നല്ല കണ്ടൻറ്റുള്ള സിനിമയാണ്, എന്നാൽ അവർ വേണ്ട വിധത്തിൽ അത് യൂസ് ചെയ്തില്ല. സിനിമയിൽ നമ്മുടെ ബോബി സിംഹ ഒരു ഡയറക്ടറുടെ റോളാണ് ചെയ്തിട്ടുള്ളത്. പുള്ളിയുടെ റോളൊക്കെ കൊള്ളായിരുന്നു, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ സിനിമയിൽ വേണ്ടും വേണ്ടാതെയും ഒരുപാട് അനാവശ്യ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ ചളി അടിക്കാൻ വേണ്ടി മാത്രമാണ് ഈ അനാവശ്യ ക്യാരക്ടേഴ്സ് വരുന്നത്, അതും സെക്കൻഡ് ഹാഫിൽ. ഇതിൽ പറയാൻ വിട്ടുപോയ ക്യാരക്ടർ മുരളി ഗോപിയുടെ ക്യാരക്ടർ നൈസ് ക്യാരക്ടറായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് മുഴുവൻ ഷോകാണെങ്കിലും
സെക്കൻഡ് ഹാഫിലെ ഫൈറ്റ് സീൻസ് എല്ലാം അടിപൊളിയായിരുന്നു. മെയിനായിട്ട് ദിലീപും സിദ്ധാർത്ഥും തമ്മിലുള്ള ഒരു ട്രെയിൻ ഫൈറ്റ് ഉണ്ട്, ട്രെയിനിൻ്റെ മുകളിൽ വെച്ചിട്ട്. അതിൽ VFX എല്ലാം ഗംഭീരമായിരുന്നു. പിന്നെ ക്ലൈമാക്സിൽ റിയൽ ആയിട്ടുള്ള കമ്മാരൻ, അതായത് വില്ലനായിട്ടുള്ള കമ്മാരൻ്റെ ഒരു ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്ന സീനും ഉണ്ട്. കമ്മാരൻ്റെ ഒരു റിവേഞ്ച് ട്വിസ്റ്റ്, അതും കൊള്ളായിരുന്നു. പിന്നെ ഇത് സിനിമയ്ക്കുള്ളിലെ വേറൊരു സിനിമയാണല്ലോ, അതുകൊണ്ട് തന്നെ ദിലീപ് ഡബിൾ റോളിലാണ്. ഒന്ന് സിനിമാ നടനായിട്ടുള്ള ദിലീപായിട്ടും മറ്റൊന്ന് കമ്മാരൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ. അതൊന്നും എനിക്ക് പേഴ്സണലി വലിയ കണക്റ്റൊന്നും ആയില്ല. കാരണം ഈ ഒരു സിനിമ ഇങ്ങനെയല്ല എടുക്കേണ്ടത്. സിനിമ മൊത്തത്തിൽ സ്കോർ ചെയ്തത് ഫസ്റ്റ് ഹാഫിലെ കമ്മാരൻ തന്നെയാണ്. പീക്ക് ലെവൽ വില്ലനീസ് ആയിരുന്നു. എപ്പോൾ ചതിക്കുന്നു പോലും പറയാൻ പറ്റില്ല. ആ ഒരു ക്യാരക്ടറിൻ്റെ അതേ വില്ലനിസമോട് പിടിച്ചു തന്നെ സിനിമ ഫുൾ ആൻഡ് ഫുൾ മുൻപോട്ട് പോവണമായിരുന്നു. മുരളീഗോപി സ്ക്രിപ്റ്റിൽ ഒന്നുകൂടി നല്ലപോലെ ശ്രദ്ധിച്ചിരുന്നേൽ, അല്ലെങ്കിൽ വൃത്തിക്ക് സ്ക്രിപ്റ്റ് എഴുതിയിരുന്നേൽ, സെക്കൻഡ് ഹാഫിൻ്റെ കാര്യം കേട്ടോ, ഒരു പീക്ക് ലെവൽ മലയാള സിനിമ തന്നെ നമുക്കെല്ലാവർക്കും കിട്ടിയേനെ. അപ്പോൾ ഇതൊക്കെയാണ് കമ്മാരസംഭവം സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കമ്മാരസംഭവം സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ സീ യു ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്, ബൈ.